ഒരു വയ്യാത്ത കിളി പാറാൻ വയ്യാതെ ചിറകുകളൊക്കെ ക്ഷയിച്ചു പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് എവിടെ നിന്നോ ഭക്ഷണവുമായിട്ട് കടന്നു വന്ന മറ്റൊരു കിളി ആ കിളിയുടെ കൊക്കിലേക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു സഹോദരൻ കണ്ടത്. അപ്പൊ ആ സഹോദരൻ കൂട്ടുകാരനോട് പറഞ്ഞുത്രേ, അള്ളാഹു ആ വയ്യാത്ത കിളിക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടോ മറ്റൊരു കിളിയിലൂടെ. അപ്പൊ ഇനി പണിക്കൊന്നും പോണ്ട, വീട്ടിലങ്ങനെ ഇരുന്നാ മതി, പടച്ചോൻ നമ്മളെ കയ്യിലേക്ക് കൊണ്ടു തന്നോളുന്നു. അപ്പൊ ആ കൂട്ടുകാരൻ പറഞ്ഞുത്രേ, നമ്മളാ വയ്യാത്ത കിളില്ലേ, ആ കിളിനെ പോലെ ആവാനല്ല ശ്രമിക്കേണ്ടത്, പിന്നെ എവിടെ നിന്നോ കഷ്ടപ്പെട്ട് ദിക്കുകൾ താണ്ടി ഭക്ഷണവുമായിട്ട് കടന്നു വന്ന് വയ്യാത്ത കിളിയുടെ കൊക്കിലേക്ക് നീട്ടിക്കൊടുത്ത ആ പക്ഷി ഉണ്ടല്ലോ, ആ പക്ഷിയെ പോലെ ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന്. ചില ആളുകൾ തവക്കുല് ചെയ്യും, എന്നിട്ട് വീട്ടിൽ അങ്ങനെ കടന്നുറങ്ങും. തവക്കുല് ചെയ്യണം, എന്നിട്ട് നമ്മൾ പണിയെടുക്കണം. അതുകൊണ്ടാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ചുമന്ന് വേച്ച് വേച്ച് ഒരു ഈന്തമരത്തിന്റെ അരികിലെത്തിയപ്പോ അള്ളാഹു മറിയം ബീവിനോട് പറഞ്ഞത്, വഹുസ്സി ഇലൈകി ബിജിദിഇൻ നഖ്ലത്തി തുസാക്കിത് അലൈകി റുതബൻ ജനിയാന്ന്. മറിയമേ, നീ ആ ഈന്തമരം ഒന്ന് പിടിച്ചു കുലുക്ക്, പൗത്ത് പാകമായ ഈത്തപ്പഴം അത് വീട്ടിത്തരുമെന്ന്. അള്ളാഹ്ക്ക് കയ്യിലേക്ക് കൊടുത്താൽ പോരാന്നല്ലേ, എന്താ പിടിച്ച് കുലുക്കാൻ പറഞ്ഞത്? കുറച്ചൊക്കെ അധ്വാനിക്കണം.